യെസ്, കേരളയിൽ പുതിയ മാർഗത്തിലേക്ക് മാറേണ്ടി വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ് സൂചന നൽകിയത്. അതൊരു മാറ്റത്തിന്റെ സൂചനയായി തന്നെ കാണണം. പദ്ധതിക്ക് പുതിയ സമീപനം സ്വീകരിക്കേണ്ടി വരും. പദ്ധതിക്ക് പണം തടസ്സമായിരുന്നില്ലെന്നും കേന്ദ്ര അംഗീകാരം മാത്രമായിരുന്നു വിഷയമെന്നും MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞു. നേരത്തെ കേരളയിലുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് മാർച്ചിൽ ഇ ശ്രീധരൻ റെയിൽവേക്ക് സമർപ്പിച്ച ഒരു പദ്ധതിയുണ്ട്. അതിനെ അംഗീകരിക്കുന്ന രീതിയിലാണ് MV ഗോവിന്ദന്റെ നിലവിലെ പ്രസ്താവനയെ കാണുന്നത്. കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടേക്ക് പോയപ്പോൾ പലരും പറഞ്ഞു, എവിടെ നിന്ന് നിങ്ങൾക്ക് പണം? അന്ന് സഖാവ് പിണറായി പറഞ്ഞു, പണം കേരളത്തിനൊരു പ്രശ്നമല്ല, പദ്ധതി നിങ്ങൾ അംഗീകരിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. പക്ഷേ അവരത് അംഗീകരിച്ചില്ല. പുതിയ മാർഗം നമുക്ക് കണ്ടെത്തേണ്ടി വരും. കേരളത്തിന് 10-50 വർഷക്കാലത്തെ വികസനം കണ്ടുകൊണ്ടാണ് കേരളയിൽ അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പുതിയ സമീപനത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. യെസ്, ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ബിജീഷ്, അങ്ങനെയാണെങ്കിൽ ഈ കേരളയിലും സർക്കാർ വഴങ്ങാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചന തന്നെയാണ് പാർട്ടി സെക്രട്ടറി നൽകിയത്. കാരണം പണമല്ല പ്രശ്നം, കേന്ദ്ര അംഗീകാരമായിരുന്നു. അപ്പോൾ മാർച്ചിൽ ഇ ശ്രീധരൻ നേരത്തെ നൽകിയ ഒരു പദ്ധതി, അതിനെ പിന്താങ്ങുക വഴി അതുവഴിയെങ്കിലും ഇതിനൊരു അംഗീകാരം ലഭിക്കുമെന്ന് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കാരും ഈ കേരളയിൽ പാത മാറ്റിപ്പിടിക്കുകയാണ്. തീർച്ചയായും കേരളയിൽ എന്ന സംസ്ഥാന സർക്കാർ വലിയ അഭിമാനത്തോടു കൂടി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു ഇത്. അത് ഉപേക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ കണ്ണൂരിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ആ പദ്ധതി അതിന് കേന്ദ്രാനുമതിയായിരുന്നു അതിന് വലിയൊരു തടസ്സമായി നിന്നിരുന്നത്. ഫണ്ട് സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഫണ്ട് എങ്ങനെയെങ്കിലും സംസ്ഥാനം കണ്ടെത്തുമായിരുന്നു. പക്ഷേ കേന്ദ്രം പലതരത്തിലുള്ള അതിനകത്ത് പദ്ധതി അനുമതി നൽകുന്നത് സംബന്ധിച്ച് കേന്ദ്രം തടസ്സം ഉന്നയിക്കുകയും അതിന്റെ അനുമതി നിഷേധിക്കുകയും ഉണ്ടായി. ആ ഘട്ടത്തിലാണ് പദ്ധതിയിൽ മാറ്റം വരണം എന്നുള്ള കാര്യം സംസ്ഥാനം തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. പദ്ധതിയിൽ മാറ്റം വരുത്തും. കേരളത്തിന്റെ അരനൂറ്റാണ്ട് കണ്ടുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനത്തിനാണ് കേരളയിലൂടെ സംസ്ഥാന സർക്കാർ ഭാവന നൽകിയത്. പക്ഷേ അതിന് കേന്ദ്ര അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനുള്ള മാർഗങ്ങൾ തേടും. അതിന് നിർദ്ദേശങ്ങൾ വന്നാൽ, അതായത് മാറ്റം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ വന്നാൽ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയും കൃത്യമായിട്ടുള്ള വാക്കുകളുമാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ മാർച്ചിലാണ് ഇ ശ്രീധരൻ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പദ്ധതി സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് നൽകിയത്. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഇ ശ്രീധരൻ കണ്ടിരുന്നതായും ഇ ശ്രീധരൻ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എലിവേറ്റഡ് ഹൈവേയും പാലങ്ങളും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇ ശ്രീധരന്റെ ഭാവനയിലുള്ളത്. അത് സംസ്ഥാന സർക്കാർ നേരത്തെ വിഭാവനം ചെയ്തിരുന്ന കേരള പദ്ധതിയിൽ നിന്ന് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കുറക്കുന്നതും അതുപോലെ തന്നെ സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കുറച്ചു മാത്രം ഫണ്ട് മാത്രം വകയിരുത്തേണ്ടി വരുന്നത് ഒരു പദ്ധതിയാണെന്ന് ഇ ശ്രീധരൻ പറയുകയുണ്ടായി. സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ താല്പര്യമാണുള്ളതെന്നും ഇ ശ്രീധരൻ അന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. ഏതായാലും ഇ ശ്രീധരന്റെ ഈ വാക്കുകളും ഇന്നലെ MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയും കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ കേന്ദ്രത്തിന് ഇ ശ്രീധരൻ സമർപ്പിച്ച ആ റിപ്പോർട്ടിലേക്ക് തന്നെ കേരളം നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. കാരണം കേരളയിൽ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിന് അനുകൂലമല്ല എന്നുള്ള വിലയിരുത്തലിൽ കേന്ദ്രം തള്ളിയപ്പോൾ അതിന് മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ പദ്ധതിയിലേക്ക് നീങ്ങാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ള സൂചന തന്നെയാണ് MV ഗോവിന്ദന്റെ വാക്കുകൾ തെളിയുന്നത്. വലിയ അഭിമാനത്തോടു കൂടി അവതരിപ്പിച്ച ആ പദ്ധതി കേരള സർക്കാർ ഉപേക്ഷിക്കുകയാണ്. PM-ശ്രീ പദ്ധതിക്ക് പിന്നാലെ ഈ കേരള പദ്ധതിക്കും കേന്ദ്രത്തിന് പിന്നാലെ കേരളം പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ജിൽസി, അങ്ങനെയാണെങ്കിൽ അവിടെയും കേരളത്തിന്റെ ഒരു ചുവട് മാറ്റം അല്ലെങ്കിൽ കേന്ദ്രത്തിന് വഴങ്ങുന്ന ഒരു സമീപനം തന്നെ സംസ്ഥാന സർക്കാർ എടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിലപാടും ആദർശവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രായോഗികതയിലേക്ക് നീങ്ങാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നു എന്നുള്ളത് ഒരു ചരിത്രപരമായ മാറ്റത്തിന്റെ ഘട്ടം കൂടിയാണ്.